വളരെ കൃത്യമായി ഇപ്പോൾ 2-3 ദിവസമായി നമ്മളുടെ ചാനലുകളും മറ്റും ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ്. നമ്മുടെ ജനങ്ങളുടെ അപകടത്തിനും ഭീഷണിക്കും നാട്ടിലുണ്ടാകുന്ന അക്രമത്തിനും അഴിമതിക്കും ഒക്കെ തന്നെ കാവൽ നിൽക്കേണ്ട പോലീസ് സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സർക്കാരിനെ പഴിചാരിയിട്ട് കാര്യമില്ല. ഒന്ന്, കൃത്യമായി സർക്കാരിൻ്റെ സർക്കുലറും കാര്യങ്ങളും പോലീസിൻ്റെ അകത്ത് അവർ പാലിക്കേണ്ട, ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യതയെപ്പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന അവർക്ക് നൽകുന്ന വേതനത്തിനനുസരിച്ച് കൃത്യമായി പണി ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 28-ാം തീയതി കൊടുത്ത പരാതിയുടെ മുകളിൽ 17 ദിവസം കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടി, ഒത്തുതീർപ്പ് ചർച്ചേൻ്റെ അപ്പുറത്ത് യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ പോലീസ് സ്റ്റേഷൻ, പ്രത്യേകിച്ച് താമരശ്ശേരി പോലീസ് സ്റ്റേഷനകത്ത് പരാതി നമ്മളൊന്ന് പരിശോധിച്ചാൽ നിരവധി പരാതികൾ പരിഹാരമാവാതെ കിടക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു സംഭവ വികാസത്തിലേക്കാണ് കാലഘട്ടം കടന്നു പോകുന്നത്. അതുമാത്രമല്ല, ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഹബ്ബായി മാറിയ താമരശ്ശേരി, അതിൻ്റെ ഹോട്ട്സ്പോട്ടായ താമരശ്ശേരിക്കകത്ത് പോലീസ് ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണ്ടേ. അതുമാത്രമല്ല, പോലീസിൻ്റെ പരാതിൻ്റെ അകത്ത് വളരെ കൃത്യമായും അതുപോലെ തന്നെ പോലീസിനോട് ഉമ്മയെ കൊന്ന ആഷിക്കുമായി ഈ യാസിറിന് കൃത്യമായി ബന്ധമുണ്ടെന്നും, അത് എൻ്റെ ബന്ധുവായ എൻ്റെ മാത്രം സംസാരമല്ല, ഈ മരിക്കപ്പെട്ട ശിബില, കൊല ചെയ്യപ്പെട്ട ശിബില പോലും കൃത്യമായി PROനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേടിയുണ്ട്, എന്നോട് കേൾക്കാമല്ലോ അല്ലേ, എന്നോട് മാത്രമല്ല ഈ സംഭവത്തിന്റെ പേരിൽ പോലും യാസിറുമായി ഷിബില സംസാരിക്കുകയും അതിന്റെ പേരിൽ ഭീഷണി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും യാസിറും ആഷിഖുമായുള്ള ബന്ധം അത് വല്ലാത്ത തോതിൽ അവളെ പേടിപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പെയും ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്തും വളരെ കൃത്യമായി അവളെ ഒരു സാഡിസ്റ്റ് മനോഭാവത്തിൽ, അതായത് നോവിച്ച് സുഖിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് യാസിർ മാറുന്നുണ്ട്. അവൻ്റെ ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠനും അവരൊക്കെ തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോട് ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ അകത്ത്, ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ചാനലിൻ്റെ അകത്ത് ഈ യാസിറിൻ്റെ ഉമ്മ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവിടെ ആ ഉപ്പയുടെ വാശി കൊണ്ടാണ് യാസിർ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ യാസിർ ചെയ്തതിനോട് ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ആ ഉപ്പയും ഉമ്മയും ഒക്കെ തന്നെ യാസിറിൻ്റെ നിലപാടുകൾ 5 വർഷമായി അതിനു മുമ്പേയും കണ്ടുവന്നതാണ്. ഇപ്പോൾ മധ്യസ്ഥ ചർച്ചക്കകത്ത് ഉപ്പയോടും ഉമ്മയോടും പള്ളി കമ്മിറ്റിയും മധ്യസ്ഥന്മാരും പറഞ്ഞിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയില്ല. ശരിക്കും ഈ കൊലൻ്റെ അകത്ത് യാസിറിൻ്റെ ഉമ്മയും ഉപ്പയും പങ്കാളിയാണെന്ന് തന്നെ പറയാൻ തീർത്തും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ 2 വീടുകളൊന്ന് സന്ദർശിക്കാൻ, 17 ദിവസം കൊണ്ട് ഈ വീടിൽ സന്ദർശിക്കാനുള്ളൊരു സാവകാശം പോലീസ് കാണിക്കണം. കാരണം അത് അത്രയും ഗൗരവത്തോടു കൂടിയാണ് പോലീസിനെ ഈ വിഷയത്തിൽ ധരിപ്പിക്കുന്നത്. ചെയ്തിട്ടുള്ള ചെയ്തികൾ വളരെ പ്രാകൃതമാണ്. പറയുന്നതുകൊണ്ടാണ് ഞാനത് കേട്ടുകൊണ്ടേയിരുന്നത്. ഇതാണ് ജനങ്ങൾക്കും യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്. ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു തിരുത്ത് വേണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നത്.